സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ടി.ബി. ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസിന് സമീപം പുനലൂർ സി.ഐ. ആർ. വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് തകർത്ത് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചത് ഏറെ നേരം സംഘർഷത്തിന് ഇടയാക്കി. തുടർന്നു ചേർന്ന ധർണ ബി.ജെ.പി. നിയോജക മണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 10,000 കോടി രൂപയുടെ അഴിമതി നടക്കുമെന്ന് കേരളത്തിന്റെ ചീഫ് വിപ്പ് ആയിട്ടുള്ള പി.സി. ജോർജാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷമല്ല, ഇവിടുത്തെ ബി.ജെ.പി. അല്ല, മറ്റ് പ്രസ്ഥാനങ്ങളല്ല. പറഞ്ഞിരിക്കുന്ന പി.സി. ജോർജാണ് പറഞ്ഞിരിക്കുന്നത്. 10,000 കോടി രൂപയുടെ അഴിമതി നടത്തിയിരിക്കുന്നുവെന്നും അഴിമതി നടത്താനുള്ള ഒരു പദ്ധതിയായിരുന്നു ഈ സോളാർ. നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട മുഖ്യമന്ത്രി ജനങ്ങളെ കബളിപ്പിക്കുന്നത് അവസാനിപ്പിച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടാൻ തയ്യാറാകണമെന്ന് ആലഞ്ചേരി ജയചന്ദ്രൻ ആവശ്യപ്പെട്ടു. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അരുൺ ചന്ദ്രശേഖർ അധ്യക്ഷനായി. വടമൺ ബിജു, ഇടമൺ റജി, ഏരൂർ സുനിൽ, എം തുളസീധരൻ പിള്ള, പ്രിൻ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.